എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വല്യമ്മേൻ്റെ അടിപൊളി ഹിറ്റായിട്ടുള്ളൊരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശേൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഏതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഇതുപോലെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളി നന്നായിട്ടൊരു 10-15 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പുളി ഇറങ്ങി കിട്ടും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫിഷ് മസാല നിർബന്ധമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പൊടീൻ്റെ അളവ് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് മാത്രം ഞാൻ ഒന്ന് വാട്ടി കൊടുക്കുന്നു. കുറേ സമയം വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അടുക്കി പിടിക്കും. നന്നായിട്ട് വാട്ടി തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കഷ്ണം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള 1/2 കഷ്ണം മാത്രം മതിയാവും, കാരണം ഞാനിവിടെ 5-6 കഷ്ണം മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് മീൻ ഉണ്ടാക്കി വറ്റിച്ച് വെക്കുമ്പോഴാണ് അധികം ടേസ്റ്റ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു അല്ലി മാത്രം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കഷ്ണത്തോളം ഞാൻ നന്നായി പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഒരുപാട് വാടുന്നില്ല, ഏകദേശം ഒരു 1/4 ഭാഗം മാത്രം നന്നായിട്ട് വാടി കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം തണിയാനായിട്ട് വെക്കാം. വാട്ടി കൊടുത്ത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതേ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പ് കാണുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ നമ്മളെ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള മിക്സും കൂടെ നന്നായിട്ട് അതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 2-3 അല്ലി കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ എടുത്ത് വെച്ച പുളിവെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി ഞാൻ എല്ലാം ഒരു ഒറ്റ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കുറേ പ്രാവശ്യം ഒഴിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഏകദേശം നല്ല പുളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഗ്യാസ് ഓണാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പിൽ മാറ്റം വരുത്തേക്ക് ചെയ്യാം. അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ മത്തിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ മീനൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് എണറുണ്ടായിരുന്നു. നമ്മളവിടെ എണറ് എന്നാണ് കേട്ടോ പറയാറ്. നിങ്ങളവിടെ എന്താണ് പറയാന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ അരപ്പും അതേപോലെ മീനും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കുറേ സമയം തിളച്ചിട്ട് നന്നായിട്ട് അത് വറ്റി കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ എരിവും പുളിവൊക്കെ നന്നായിട്ട് ആ ഒരു വറ്റിച്ചതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണും നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എരിവും പുളിവൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ദോശേൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒരു ഇത്തിരി മാത്രം കഴിച്ചാൽ മതിയാവും. ആ ഒരു ഇത്തിരി കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.